നമസ്കാരം സർ. നമസ്കാരം സർ, ചാണ്ടി ഉമ്മൻ പാർട്ടിയിൽ അതൃപ്തനാണ്. അതിൻ്റെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം. ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ കല്ലറയിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്ന് കാണിക്കാനായിരിക്കും അച്ഛൻ്റെ കല്ലറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ട്. ഈ കോൺഗ്രസിനെ പറയുമ്പോൾ നമുക്ക് 3 പേരുകൾ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കെ കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി. ഇതിൽ കെ കരുണാകരന്റെ മകളും എ കെ ആന്റണിയുടെ മകനും BJP-യിലേക്ക് എത്തി. അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെയും BJP-യിലേക്കുള്ള വരവ് എന്നുള്ളത്. ഇവിടെയും ഒരു അതൃപ്തിയുടെ സ്മെല്ലൊക്കെ മണക്കുന്നുണ്ട്. ഒരു കാവി മണം കൂടി എവിടെയെങ്കിലും അടിക്കാൻ സാധ്യതയുണ്ടോ ഉമ്മൻചാണ്ടിയുടെ? അടുത്തത് ചാണ്ടി ഉമ്മനാണോ? അതെ. ഈ കോൺഗ്രസിൻ്റെ ദേശീയ ഭാവി ആലോചിക്കുന്ന ഏത് ബുദ്ധിമാനായ നേതാവും എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയും അടുത്തെങ്ങും കോൺഗ്രസ്സിന് വരാൻ പറ്റുമോ എന്നൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പ്രതീക്ഷയ്ക്കത്ത് വരായിക, തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര അടക്കം ദയനീയമായ പരാജയം. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരാൾ വീണ്ടും കോൺഗ്രസ്സിൽ ആത്മവിശ്വാസം അർപ്പിച്ച് എത്ര കാലത്തേക്ക് തൻ്റെ ഭാവിയെ കരുപിടിപ്പിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യും? ഒരു നേതാവും ഇപ്പോൾ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസിൻ്റെ കാലമാണ്. അപ്പോൾ അവരുടെ ജീവിതവുമായി കോൺഗ്രസിൻ്റെ ഫ്യൂച്ചറിനെ ബന്ധിപ്പിച്ചൊരു ചിന്ത ആവിഷ്കരിച്ചാൽ കോൺഗ്രസ്സിലേക്ക് യുവാക്കൾ വരാൻ അടയ്ക്കും. അങ്ങനൊരു അവസ്ഥ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഫലപ്രദമാകുന്നില്ല. അത് കോൺഗ്രസ്സുകാർ ആരും തുറന്നു പറയുന്നില്ലെങ്കിലും ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികൾ ഓരോന്നായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം മമതാ ബാനർജി പറഞ്ഞു, ഞാനാണ് ഇനി ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവെന്ന് സ്വയം. അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി അല്ലെന്നാണ്. അവരിപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പേരെടുത്ത് പറയാതെ ഞാനാണെന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഉടൻ തന്നെ ഇന്ത്യ ബ്ലോക്കിലെ മറ്റൊരു പ്രധാന കക്ഷിയായ NCPയുടെ നേതാവ് ശരത് പവാർ, ശക്തനായ ശരത് പവാർ പറഞ്ഞു, മമത പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്, അവർ ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മാത്രമല്ല അത് അവരുടെ അവകാശം കൂടിയാണ്. അവരുടെ അവകാശമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെസ്റ്റ് ബംഗാളിൽ BJP ഭരണം വരാതിരിക്കാൻ തുടർച്ചയായി പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് മമതാ ബാനർജി. അതാണ് അവരുടെ അവകാശം. അത് ഘടകകക്ഷിയിൽ ഓരോരുത്തരും അംഗീകരിച്ചു തുടങ്ങി. പവാറിന് പിന്നാലെ ലാലു പ്രസാദ് യാദവ്. ഈ കക്ഷികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ബ്ലോക്ക് എന്താ? അപ്പോൾ ഈ അവസ്ഥയിൽ ചാണ്ടി ഉമ്മനെന്നല്ല, ചിന്താശേഷിയുള്ള ആരും കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരു പുനർവിചിന്തനം നടത്തും. അപ്പോഴാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ MLA-മാർക്കും ഓരോ ദൗത്യം നിശ്ചയിച്ച് ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വം ചാണ്ടി ഉമ്മൻ എന്ന MLA മറന്നുപോയെന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ മാറി വത്തിക്കാനിലൊക്കെ പോയി സ്വയം രക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഭക്തിമാർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ ഒന്നും ഭൗതിക ജീവിതത്തിൽ പരാജയപ്പെട്ട ആധ്യാത്മിക സന്യാസിയാകുക എന്ന് പറയത്തില്ലേ. അപ്പോൾ പൊളിറ്റീഷ്യൻ അങ്ങനെ സന്യാസിയാകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പുനർവിചിന്തനം നടത്തും. സാർ, അതിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പാലക്കാട് ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തോടുള്ള ചാണ്ടി ഉമ്മൻ്റെ ഒരു അതിർത്തിയും കൂടി അവിടെ പാർട്ടി കണക്കിലെടുത്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സന്ദീപ് വാര്യർ ഈ പതനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിലേക്കാണ് ഈ BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ സന്ദീപ് വാര്യരെ വരവേറ്റ ഒരു രീതിയും ഈ ബഹളങ്ങളും ആരവങ്ങളും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. പക്ഷെ പാർട്ടിക്കകത്തുള്ളവർക്ക് ഇത്തരമൊരു സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരമൊരു അവരെ കുറച്ചുകൂടി പരിഗണിക്കാൻ എന്തുകൊണ്ട് ഈ നേതൃത്വം തയ്യാറാകുന്നില്ല? പൊതുവെ അണികൾക്ക് തോന്നില്ലേ സന്ദീപ് വാര്യർക്ക് കൊടുക്കുന്ന അത്രയും ഒരു മൈലേജ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, അദ്ദേഹം ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്.
അപ്പൊ അത്രയും മികച്ച ഒരു നേതാവിന്റെ മകനെ മാറ്റി നിർത്തുക, BJP-യിൽ നിന്ന് വരുന്ന ഒരാളെ ഇരു കയ്യും നീട്ടി വലിയ കോലാഹലങ്ങളോടെ സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു രോഷവും വിഷമവും ഒക്കെ കൂടിയല്ലേ അദ്ദേഹം ഈ പ്രകടിപ്പിക്കുന്നത്. അതിനകത്തൊരു പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചത്. സന്ദീപ് വാര്യർ BJP-യുടെ ഒരു നല്ല ശബ്ദമായിരുന്നു. അപ്പോൾ BJP-യിൽ നിന്ന് അങ്ങനെയുള്ള ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലെയോ അല്ലാതെയോ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വ്യക്തമായി നിലപാട് മാറ്റം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായും വെൽക്കം ചെയ്യും. അത് ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഡീൽസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് നമ്മൾ. ആ ഡീൽ എന്തായാലും ആ നടപടി പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന കമ്മിറ്റഡായ ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ പരിഗണന ഈ വരുന്നവർക്ക് അഭയാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികം നേറ്റീവ്സിന് വലിയ വിഷമമുണ്ടാവും. ഇത്രയും വേണോ എന്ന് ചോദിക്കും. അപ്പോൾ കാരണം ഈ വരുന്ന ആളുകളുടെ കോൺഗ്രസ്സിലുള്ള നിലപാടിന് എന്തുമാത്രം അർത്ഥവും സ്ഥായിയായ സ്വഭാവവും ഉണ്ടാകും. നാളെ ഇവർ വേറൊരു ഓഫർ വന്നാൽ എങ്ങോട്ടും പോകില്ല എന്നറിയില്ല. പക്ഷേ കോൺഗ്രസ്സിലേക്കാണ് സന്ദീപ് വാര്യർ എത്തിയത്. സന്ദീപ് വാര്യർ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും. അത് നമുക്കറിയാം. നമ്മൾ ഈ പൊളിറ്റിക്സ് എത്രയോ കാലം കണ്ടതാണ്. കോൺഗ്രസ്സിലേക്ക് ഇങ്ങനെ വരുന്ന ഒരാളിന് അവിടെ ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങളും അയാളുടെ ഭാവി സുരക്ഷിതത്വവും നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് വേണം അതിനകത്ത് നിൽക്കാൻ. ഇത്രയും കാലം സോണിയ നേതൃത്വത്തെ അതിനിശിതമായി വിമർശിച്ച സന്ദീപ് വാര്യർക്ക് പല വാക്കുകളും അദ്ദേഹത്തെ തിരിഞ്ഞുകുത്തും. അത് കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥ വരും. കാരണം കോൺഗ്രസ്സിൽ പല ഗ്രൂപ്പുകളുമുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പുകളെല്ലാം ശക്തമാകാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുമെങ്കിലും അതുവരെയും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ എന്ന നിലയിൽ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഗ്രൂപ്പിനതീതനായി നിൽക്കാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകളിന് കൊടുക്കുന്ന പരിഗണന പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. സന്ദീപ് വാര്യർ ഭാവിയിൽ എന്താ ആകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അതറിയാത്തവരായ ഒരാൾ ഒരുപക്ഷെ സന്ദീപ് വാര്യർ മാത്രമായിരിക്കും. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പുത്രൻ കരുണാകരൻ്റെ പുത്രിയെ പോലെയും AK ആൻ്റണിയുടെ പുത്രനെ പോലെയും ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റം നടത്തുന്നു. അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ചില മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു. അതിന് തൽക്കാലം സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്താൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അത് ബാധിക്കുകയും ചെയ്യും, പ്രത്യേകിച്ചും സെൻട്രൽ കേരള. അതുകൊണ്ട് എങ്ങനെയും ചാണ്ടി ഉമ്മനെ സമാധാനിപ്പിച്ച് ആകർഷിച്ച് നിർത്തുവാനുള്ള നേതൃത്വത്തിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗിക്കപ്പെടും. ഇപ്പം രാഹുൽ മാങ്കൂട്ടം ആയിരുന്നു ഇതിനൊരു കാരണമെന്ന് ഉണ്ടെങ്കിൽ ആദ്യമായി ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവും പിന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ചാണ്ടിയുമായിട്ട് സംസാരിക്കുമെന്ന് പറയുന്ന കേട്ടു. ഇതിനകം ആ സംഭാഷണം നടന്നോ എന്ന് എനിക്കറിയില്ല. അപ്പം കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ടല്ലേ സാർ ചാണ്ടി ഉമ്മൻ BJP-യിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടെ CPM-ലേക്കല്ല BJP-യിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയം? അല്ല, CPM-ലേക്കൊന്നും ചാണ്ടി ഉമ്മൻ പോകില്ല. അത്രയും വലിയ മണ്ടത്തരമൊന്നും അയാൾ കാണിക്കില്ല. പക്ഷെ സാർ ഈ സന്ദീപ് വാര്യർ ഈ സ്നേഹത്തിന്റെ കടയാണ് എന്ന് പറയുന്നിടത്ത് ഈ സ്നേഹത്തിന്റെ കടയിൽ മുഴുവൻ അതൃപ്തരും അസംതൃപ്തിക്കാരുമാണല്ലോ സാറേ. അപ്പോ എങ്ങനെയാണ് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സന്ദീപ് വാര്യർ ഓടിക്കയറിയ സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർ ഒഴിച്ചുള്ള ബാക്കി നേതാക്കൾ അല്ലെങ്കിൽ ബാക്കി അണികളെല്ലാം അസംതൃപ്തരാണ്? അപ്പൊ ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ്? അത് മനസ്സിലാകുന്നില്ല. അത് പുത്തനച്ചി പുരപ്പുറം തൂക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. കുറച്ച് നേരം പിന്നെ അമ്മായിയമ്മ വഴക്കും നാത്തും വഴക്കും ഒക്കെ തുടങ്ങിക്കൊടുത്തു. ഇപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് കോൺഗ്രസ് ആണല്ലോ. അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ഉപ്പുവെള്ളം കുടിക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് കാണാം. ഞാൻ അദ്ദേഹത്തിന് ശുഭകരമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ദീർഘകാലം നിരീക്ഷിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സഹതാപമുണ്ട്. വളരെ നന്ദി.